ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബി എസ് എന്നിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബി എസ് എന്നിൻ്റെ ബി എസ് എന്നിലെ 3G, അതിൽ 2G 3G 4G സ്പീഡ് ടെസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ചിട്ടും 3G, അതായത് H+ഉം അതുപോലെ തന്നെ 4G. ബി എസ് എന്നിന് 4G+ ഇല്ല, നമ്മൾക്ക് ജിയോയിലേക്ക് കിട്ടുന്ന പോലെ 4G+ ഇല്ല, 4G മാത്രമാണ്. പിന്നുള്ളത് H+ ആണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇപ്പം 2025 ഈ ഒരു മാർച്ച് മാസത്തിൽ നമ്മൾക്ക് എത്രത്തോളം സ്പീഡ് ലഭിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നിയത് എൻ്റെ വീട് ഒരു ഗ്രാമപ്രദേശത്താണ്. അപ്പം ഇവിടെ നിലവിലിപ്പം എത്രത്തോളം സ്പീഡ് ലഭിക്കുന്നു നമുക്ക് നോക്കാം. എനിക്ക് ആദ്യം ഇവിടെ 4G ഉണ്ടായിരുന്നില്ല, പിന്നീട് 4G വന്നു. പിന്നീട് 4G വന്നെങ്കിലും സ്പീഡ് വളരെ കുറവായിരുന്നു, 10 Mbps താഴെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് 4Gയിൽ തന്നെ. ചിലപ്പം നെറ്റ്വർക്ക് ദൂരം കൊണ്ടായിരിക്കാം, എന്നാലും ഇപ്പോഴും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ജിയോയുടെ ഒന്നും സ്പീഡിൻ്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. ശരി, നമ്മൾക്ക് നേരെ സ്പീഡ് ടെസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ എനിക്കിപ്പോൾ കണക്റ്റായിരിക്കുന്നത് H+ലാണ്. അത് നമ്മൾ 3G അല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, BSNL സിമ്മാണ്. ഓക്കെ, അപ്പം H+ൽ കണക്റ്റായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, സ്പീഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം 3 Mbps ആണ് മാക്സിമം സ്പീഡ് ഡൗൺലോഡ് കിട്ടുന്നത്. 3 അല്ല, 3.5. ഓക്കെ, 3.60 പോകുന്നുണ്ട്. നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 3.76 ലാസ്റ്റ് കാണിച്ചത്. അപ്ലോഡ് സ്പീഡ് എന്ന് പറയുന്നത് ഇതേ ഈ 3Gയിൽ തന്നെ, അതായത് H+ൽ നമ്മൾക്ക് 1.6263 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരിക്കലും ഒറ്റ സ്പീഡ് ടെസ്റ്റ് കൊണ്ട് നമ്മൾ അത് ഉറപ്പിക്കുന്നില്ല. നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം എന്താ പറയുക, ഇത്രയും വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം അതിലും ഏകദേശം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, പക്ഷേ എന്നാൽ ഇതിൽ 4 വന്നിട്ടുണ്ട്. ഓക്കെ, 4 Mbps വരെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നോക്കാം എത്ര നമുക്ക് തരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം 4 Mbps ആണ് നമ്മൾക്ക് മാക്സിമം സ്പീഡ് കിട്ടിയത് H+ൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അപ്ലോഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ അത് വലിയ വ്യത്യാസമൊന്നുമില്ല. പകുതി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾക്ക് 1.6 കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് ഇതിൻ്റെ സെറ്റിങ്സ് മാറ്റിയിട്ട് ഒന്നുകൂടി നോക്കാം. ഓക്കെ, നമ്മൾ സെറ്റിങ്സ് എടുത്തു. അതിൽ പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് 2G 3G മാറ്റി 4G സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അത് കണ്ടാവുന്നത്രേ ഇപ്പോഴും H ആണ്. ഓക്കെ, 4G ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ BSNL ഇങ്ങനെ എന്താ പറയുക, നെറ്റ്വർക്ക് മാറ്റുമ്പോൾ ഒന്ന് അത് പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. അതുപോലെ തന്നെ 4G+ അല്ല, ഇത് വെറും 4G മാത്രമാണ്. നെറ്റ്വർക്ക് അഗ്രിഗേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതില്ല ഇതിൽ. അപ്പം 4Gയിൽ നമ്മൾക്ക് ഏകദേശം ഈ പറയുന്ന 18 Mbps ആണ് നമ്മൾക്ക് ഡൗൺലോഡ് സ്പീഡ് ലഭിക്കുന്നത്. അത്യാവശ്യം ഡീസൻറ്റ് സ്പീഡ് തന്നെയാണ്. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 3.5 Mbps നമ്മൾക്ക് കിട്ടുന്നുണ്ട്. 4 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും 4 Mbps എന്ന് പറയാൻ പറ്റില്ല, 3.5 Mbps ആ ഒരു റേഞ്ചിലാണ് നമ്മൾക്ക് റേഞ്ച് പിടിക്കുന്നത്. ഓക്കെ, അപ്പം 19 Mbps ഡൗൺലോഡ് സ്പീഡും 2.95 ആണ് ഡൗൺലോഡ് സ്പീഡും കിട്ടിയത്. ഒന്നുകൂടി നമുക്ക് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഒരു ടെസ്റ്റിൽ മാത്രം ഉറപ്പിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമുക്ക് 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാം. സത്യത്തിൽ 3 ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമുക്ക് എന്തായാലും 2 വട്ടം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് സ്പീഡ് അത്രയും കയറിയിട്ടില്ല, എന്നാലും 14 Mbps എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. 4Gയിൽ 14 Mbps എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഡൗൺലോഡ് സ്പീഡ്. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് എന്ന് പറയുമ്പോൾ അത് ഒരു 4 Mbps അടുക്കൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് 5 ഒക്കെ കയറിയിട്ടുണ്ട്. അപ്പം അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പം ഇപ്പം സ്റ്റേബിളായിട്ട് നമ്മൾക്ക് ഇപ്പോൾ 2 വട്ടം ടെസ്റ്റ് ചെയ്തപ്പോഴും നമുക്ക് സ്റ്റേബിളായിട്ട് 14 Mbps സ്പീഡ് കിട്ടി. ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല കവറേജ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു മാക്സിമം 18 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. 16, 18 വരെ. 14 നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, മാക്സിമം 19 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നിലവിൽ ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു കുറച്ച് ഗ്രാമപ്രദേശമാണ് ഇവിടുത്തെ 4Gയുടെ അവസ്ഥ. ഓക്കെ, പിന്നെ BSNL എല്ലാ റീചാർജിലും നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലാണ്ട് 4Gക്ക് വേറെ 3Gക്ക് വേറെ അങ്ങനെ സെപ്പറേറ്റ് റീചാർജ് ഇപ്പോൾ ഇല്ല. ഒരു റീചാർജേ ഉള്ളൂ. അതിൽ തന്നെ 2G 3G 4G ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ 14 Mbps ആണ് സ്പീഡെന്ന് പറയേണ്ടി വരും.
അപ്പം നമ്മൾ സ്പീഡ് ടെസ്റ്റിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിൽ നിങ്ങൾ കണ്ടില്ലേ, എന്തായാലും 4G എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡൗൺലോഡ് സ്പീഡ് എന്തായാലും 14 Mbps മുകളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് സ്പീഡ് എന്ന് പറയുന്നതും ഒരു 3-4 MB മുകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, എല്ലാ നാടുകളിലും BSNL അവരുടെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെടുമെന്ന് വിചാരിക്കാം. നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇപ്പം നിലവിൽ ഏറ്റവും കുറഞ്ഞ താരിഫിൽ ഡാറ്റ കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 10 Mbps എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, യൂട്യൂബിലൊക്കെ വീഡിയോ കാണാനൊന്നും അത് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്പീഡ് തന്നെയാണ്, സ്റ്റേബിളായിട്ട് കിട്ടുന്നുമുണ്ട്. പിന്നീട് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, BSNL ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നാണ് ഇത് പറയാം ഈ നെറ്റ് ഒന്ന് ഡൗൺ ആയി പോകുക. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന സമയത്താണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാവുക. നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെൻഡ് അടിക്കുന്ന സമയത്ത് ഒരു കോഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് റേഞ്ച് അവിടുന്ന്, അതായത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഇത് പെട്ടെന്ന് കട്ടായി പോകും. അത് മാത്രമല്ല, പിന്നീട് അത് കാണിക്കുക 2G എന്നായിരിക്കും കാണിക്കുക, ചിലപ്പം H എന്ന് കാണിക്കും, ചിലപ്പം H+ വന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതിരിക്കും. അതിന് മുമ്പ് ഈ 2G H എന്നൊക്കെ മാറി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു കോൾ വന്നാൽ പോലും പെട്ടെന്ന് ഡാറ്റയുടെ സ്പീഡ് വല്ലാതെ അങ്ങ് മാറിപ്പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട് BSNLന്. കുറച്ചും കൂടി നാൾ കഴിഞ്ഞാൽ ഫിക്സ് ആവുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പം അതൊരു ഇഷ്യൂ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് മൊബൈൽ ഡാറ്റ ഓണാക്കിയിട്ട് ഒന്നുകൂടി ഓണാക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഒരു എന്താ പറയുക, ഒരു 2 മിനിറ്റത്തേക്ക് ചിലപ്പം അവിടെ ഒന്നും സിമ്പിൾ കാണിക്കത്തില്ല. അങ്ങനെ ചില ഇഷ്യൂസും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടി ഇവരുടെ ഈ കേബിൾ വലിക്കുന്ന പരിപാടിയൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ച് പണിയുണ്ട്, കാരണം അത്രയും ടഫായിട്ട് അവർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും 2026 BSNLന് നല്ലൊരു വർഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾക്ക് കുഴപ്പമില്ലാതെ അത്രയും ഭയങ്കര ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത്യാവശ്യം നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എന്താ പറയുക സിം തന്നെയാണ്. പിന്നീട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിയോയിൽ കിട്ടുന്ന പോലെ നമ്മൾക്ക് വോൾട്ടി കോളിംഗ് ഒന്നും ഇല്ല. അതായത് 4Gയിലൂടെ ഇല്ല ആ ഒരു വോയിസ് കോളൊന്നും ഇല്ല. അപ്പം കോൾ ക്വാളിറ്റിയും BSNLന് കുറച്ച് കുറവ് തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളൂ. പ്രത്യേകിച്ചിട്ട് നമ്മൾ BSNLൽ നിന്ന് മറ്റുള്ള സിമ്മുകളിലേക്ക് വിളിക്കുമ്പോഴുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കും ചില സമയത്ത് കോൾ കണക്റ്റായി കഴിഞ്ഞാൽ തന്നെയും ആദ്യമൊന്നും കേൾക്കാത്തൊരു ഇഷ്യൂ, അതായത് അവർ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തോ പറയുന്നുണ്ട് എന്നല്ലാതെ അത് എന്താണെന്നുള്ളത് മനസ്സിലാവാത്ത ചില ഇഷ്യൂവും ചില സ്ഥലങ്ങളിൽ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഇനിയിപ്പം അടുത്ത കൊല്ലം കൂടി ആകുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും, അതായത് പ്രമുഖ കമ്പനികളൊക്കെ ജിയോ, എയർടെൽ, VI തുടങ്ങിയ എല്ലാ കമ്പനികളും അവരുടെ റേറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട് കുറച്ചും കൂടി. അപ്പോൾ എന്താ പറയുക, സാധാരണ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിം ചിലപ്പം BSNL മാത്രമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ജിയോ ഒക്കെ അത്രയും റേറ്റ് കൂട്ടിയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.